രണ്ട് സംഖ്യയുടെ ഉസാഗ അതായത് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലസാഗു അല്ലെങ്കിൽ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ആ സംഖ്യയുടെ ഗുണനഫലം തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അതായത് HCF LCM ഇവയുടെ ഗുണനഫലം തന്നെയായിരിക്കും ആ സംഖ്യയുടെ ഗുണനഫലം. ഇത് മുന്നേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ വേറൊരു തരം ചോദ്യമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3 അവയുടെ ഉസാഗ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 27 ആയാൽ അവയുടെ ലസാഗു അതായത് LCM എത്ര എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് സംഖ്യയുടെ അംശബന്ധം തന്നിട്ടുണ്ട്, അവിടെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എത്ര എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്തേണ്ട രീതി ഇതാണ്. ഈ അംശബന്ധത്തെ ഇവിടെ അംശബന്ധം 2:3 ആണ്. ആ 2ഉം 3ഉം തമ്മിൽ ഗുണിച്ച് വീണ്ടും അതിന് HCF ആയി ഇവിടെ 27 കൊണ്ട് ഗുണിച്ചതായിരിക്കും അവയുടെ ലസാഗു എന്ന് പറയുന്നത്, അതായത് LCM എന്ന് പറയുന്നത്. ഇപ്പോൾ 2 × 3 6 ആണ്. 6 × 27 സമം ലസാഗു എന്ന് കിട്ടും. അതായത് 6 × 27 7 6 42, ബാക്കി 4 6 12 4 16 122 ഇതായിരിക്കും അതിന്റെ ലസാഗു എന്ന് കിട്ടുന്നത്. നോക്കൂ, LCM എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ആ അംശബന്ധം ഏതൊക്കെയാണ് അംശം എന്നത് അവ തമ്മിൽ ഗുണിച്ച് അതിൽ വീണ്ടും HCF കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ഇവിടെ 2 × 3 × 27 അതായത് 122 കിട്ടും. ഇപ്പോൾ വേറെ ചോദ്യം, രണ്ട് സംഖ്യയുടെ ഗുണനഫലം അതിന്റെ അംശം എന്ന് പറയുന്നത് 3:5ഉം അതിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 8 ആണെങ്കിൽ അവയുടെ ലസാഗു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ ലസാഗു എങ്ങനെ കണ്ടെത്തുക? ലസാഗു എന്ന് പറയുന്നത് ഈ സംഖ്യയുടെ അംശബന്ധത്തിന്റെ ഗുണനഫലം 3 × 5 ഇത് കണ്ടെത്തിയിട്ട് വീണ്ടും അതിനെ HCF ആയി 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 × 5 15, 15 × 8 15 100 കിട്ടും. 100 ആയിരിക്കും അവ ലസാഗു. ഈ ചോദ്യത്തിൽ ലസാഗു എന്ന് പറയുന്നത് 100 ആയിരിക്കും.